ഒരു തിരുവോണ ദിവസത്തിലോട്ട് സ്വാഗതം കേട്ടോ. പുതിയൊരു വീട്ടിലോട്ടാണ്, വാടക വീട്ടിലോട്ടാണ്. ഈ അത്തപ്പൂക്കളം നല്ല അത്തപ്പൂക്കളാവും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. ഇന്ന് തിരുവോണമാണ്. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഹാപ്പി ഓണം. എല്ലാവരും സന്തോഷമായിട്ട് സേഫായിട്ട് ഇരിക്കുകയല്ലേ. ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടിട്ടുണ്ടല്ലോ, ഒരു കുഞ്ഞ് അത്തപ്പൂക്കളമാണ് ഞാനും അമ്മയും കൂടെ ചേർന്ന് ചെയ്യുന്നത്. മോനോട്ട് എണീറ്റിട്ടില്ല. മോനോട്ട് എണീറ്റ് കഴിഞ്ഞാൽ ഈ അത്തപ്പൂക്കളം നല്ല അത്തപ്പൂക്കളാവും. അതുകൊണ്ട് നേരത്തെ നമ്മൾ തുടങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു. അടുക്കളയിലൊക്കെ കയറി കുളിച്ചു, വിളക്കൊക്കെ കത്തിച്ചു. അമ്മ അടുക്കളയിൽ കയറി, ഞാൻ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചു. അങ്ങനെ നമ്മൾ അത്തപ്പൂക്കളത്തിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചെറിയൊരു അത്തപ്പൂക്കളമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു തിരുവോണ ദിവസത്തിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്ക് കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ കൂടാതെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇത്തവണ ഓണം നമുക്ക് പുതിയൊരു വീട്ടിലോട്ടാണ്, വാടക വീട്ടിലോട്ടാണ്. അപ്പോൾ കൂടുതൽ അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിൽ ഈ ഒരു തിരുവോണ ദിവസം ശോകമായി പോകും കേട്ടോ. അപ്പം നമുക്ക് അത്തപ്പൂക്കളം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അമ്മ ദാ തുടക്കം വച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, വീട് മാറിയോ, വീടിന് എന്ത് പറ്റി, എന്താണ് സംഭവം എന്നൊക്കെ. എല്ലാ വർഷവും നമ്മൾ വിചാരിക്കും, ഓണത്തിന് വിചാരിക്കും അടുത്ത വർഷം വാടക വീട്ടിലോട്ടായിരിക്കും, അടുത്ത വർഷം വാടക വീട്ടിലോട്ടായിരിക്കുന്നത്. പക്ഷേ ഈ വർഷമാണ് നമുക്ക് വാടക വീട്ടിലോട്ട് പോകാനായിട്ട് പറ്റിയത്. സംഭവബഹലമായ വിശേഷങ്ങളൊന്നും ഞാൻ ഈ ഒരു വ്ളോഗിൽ പറയുന്നില്ല. കാരണം ഇതൊരു നല്ലൊരു ദിവസമാണ്, പോസിറ്റീവായിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ നമ്മൾ അതിൽ നെഗറ്റീവ് കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ഭയങ്കര ഷോക്കായി പോവും. അപ്പോൾ ഈ വ്ളോഗിൽ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ അത്തപ്പൂക്കളത്തിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങി. കഴിഞ്ഞ വർഷത്തെ ഓണം എൻ്റെ പൊന്നി നരകിച്ച് ജീവിച്ച് തള്ളി നീക്കിയാണ് ഓരോ മണിക്കൂറും ചെയ്തത്. സത്യം പറഞ്ഞാൽ നല്ല ഓർമ്മയുണ്ട്. കാരണം കഴിഞ്ഞ വർഷം വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വ്ളോഗ് ഞാൻ തല അടിയിൽ കൊടുത്തിരിക്കാം. അതുകൂടാതെ തന്നെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് വിഷമവും കാര്യങ്ങളായിരുന്നു. ഇപ്പോഴും അതേ സിറ്റുവേഷനിലാണ് എങ്കിലും കാര്യങ്ങൾ കുറച്ചും കൂടി സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു കേട്ടോ. അതാണ് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അനുഭവമാണ് ഇപ്പോൾ ഉള്ള കാര്യം. സിറ്റുവേഷനിൽ നിന്ന് ഒരു വ്യത്യാസവും ഇതുവരയ്ക്കും ഇല്ല. അപ്പോൾ അതൊക്കെ പോട്ടെ, നമുക്ക് കാര്യത്തിലോട്ട് വരാം. കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും വാട്സാപ്പിലാണെങ്കിലും വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ലല്ലോ എന്ന്. കാരണം നമുക്ക് സീസൺ ആയിരുന്നു. അതുകൂടാതെ തന്നെ തിരക്കും ഓട്ടവും എല്ലാം കൂടെ, വീട് ഷിഫ്റ്റിങ്ങും എല്ലാം കൂടെ കിളി പറന്ന ദിവസങ്ങളായിരുന്നു. വീട് ഷിഫ്റ്റിങ്, പാർലറിൽ പോകണം, അതുപോലെ തന്നെ പുറത്തുള്ള വർക്ക്, അങ്ങനെ എല്ലാം കൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്തായി പോയി കേട്ടെ. എൻ്റെ മോൻ പോലും നേരെ എന്നെ കണ്ടിട്ടില്ല എന്ന് വേണം പറയാം. അമ്മ തമാശയ്ക്ക് പറയും, ഇപ്പം വീട്ടിൽ കയറാറ് പോലും ഇല്ലായിരുന്നെന്ന്. കാരണം രാത്രി ഒരു 10 മണിക്കായിരിക്കും ഞാൻ പറഞ്ഞത്, വെളുപ്പിന് ഒരു 2 മണിക്ക് ഞാൻ ഇറങ്ങും. അതായിരുന്നു എൻ്റെ അവസ്ഥ. അതുകൊണ്ടാണ് ഷോർട്സ് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത് കേട്ടോ. അമ്മ രാവിലെ എണീറ്റ് അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു അരമണിക്കൂർ താമസിച്ചാണ് കേട്ടോ എണീറ്റത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം ഫുഡ് ഒന്നും പ്രോപ്പർ ആയിരുന്നില്ല. ഒരു 2-3 ആഴ്ച കൊണ്ടേ ഉറക്കത്തിൻ്റെ ക്ഷീണമൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നു. ഭയങ്കര ടയേർഡൊക്കെ ആയിരുന്നു. കാരണം ഉറക്കം ഒട്ടും ശരിയാവാത്തതുകൊണ്ട്, അതുപോലെ തന്നെ സമയത്തിന് ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഈ ഉത്രാടം, തിരുവോണം, അപ്പോൾ ആ ഒരു സമയത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫുഡ് വരെ കറക്റ്റ് ആയിരുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് താമസിച്ചാണ് എണീറ്റത്. ഒരുപാട് താമസമൊന്നുമില്ല, ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ എണീറ്റത്. എണീറ്റ് പോയി ഫ്രഷായിട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ടാണ് ഞങ്ങളത് അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് വന്നിരുന്നത് കേട്ടോ. ഒരുപാട് പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല. മോനെ സ്കൂളിൽ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൂ വേണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി വാങ്ങിച്ചതിന് കുറച്ച് പങ്കെടുത്ത് മാറ്റി വെച്ചതാണ്. പിന്നെ അമ്മ എവിടെ നിന്നൊക്കെയോ കുറച്ച് പൂക്കൾ അവിടെ പരിസരത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ളൊരു കുഞ്ഞ് അത്തമാണ് കേട്ടോ. തിരുവോണത്തിൻ്റെ അന്ന് 10 ഇനം പൂ വെച്ചിട്ടുള്ള അത്തം ഇടണമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മളെ കയ്യിലുള്ള പൂക്കൾ വെച്ചിട്ടാണ് അന്ന് അത്തം ഇട്ടത് കേട്ടോ. ഏകദേശം ഉള്ളവരൊക്കെ ഇപ്പം അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ അത്തപ്പൂക്കളം റെഡി ആയിട്ടുണ്ട്. മോനോട്ടം വന്നു കഴിഞ്ഞാൽ ഇത് നേരെ ചെവി ഇടാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ വെപ്രാളം പിടിച്ച് നേരത്തെ ഇട്ടതാണ് കേട്ടോ. മോനോട്ട് നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ ഞങ്ങളെ കുഞ്ഞ് അത്തപ്പൂക്കളം റെഡി ആയിട്ടുണ്ട്. ക്രെഡിറ്റ് മുഴുവൻ അമ്മയ്ക്കാണ് കേട്ടോ. എനിക്കിതിൽ ചെറിയൊരു പങ്ക് മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഒരു വർഷത്തിന് ശേഷം അവ ഈ ബെഡ് യൂസ് ചെയ്യുന്നത് ഇപ്പോഴാണ്. കാരണം നമ്മൾ ഈ ബെഡ് യൂസ് ചെയ്യൂലായിരുന്നു പണ്ടത്തെ വീട്ടിൽ.
ഇപ്പൊ മുകളിലത്തെ മുറിയിൽ കിടന്നിരുന്ന ബെഡാണ്. ആ ബെഡ് ഇപ്പോഴാണ് അവന് കിട്ടണത്. അതുകൊണ്ട് തന്നെ അവന് ഉറങ്ങിയാലും മതി വരത്തില്ല. എനിക്ക് ഈ ബെഡ് കിടക്കുമ്പോൾ ഭയങ്കര നടുവേദനയാണ്. പണ്ട് ഞാൻ ഈ ബെഡ് യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും നടുവേദന എടുത്തപ്പോൾ ഞാൻ ചോദിച്ചു എന്റെ നടുവിന്റെ പ്രശ്നമാണെന്ന്. ഇപ്പൊ വീണ്ടും ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും യൂസ് ചെയ്തപ്പോൾ മനസ്സിലായി എന്റെ നടുവിന്റെ അല്ല ബെഡിന്റെ പ്രശ്നം. കണ്ണോർക്കല്ലേ നോക്കിയാണ് മുറ്റത്ത് നോക്കിയാണ്. ഇതെന്തായാലും നോക്ക്, അങ്ങോട്ട് നോക്ക്. അവിടെ തിരുവോണ ദിവസമാണല്ലോ, അപ്പൊ രാവിലെ എണീക്കണം, ഇവനെ കുളിപ്പിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, അമ്പലത്തിൽ കൊണ്ടുപോകണമെന്നൊക്കെ. പക്ഷെ ആശാൻ അതെല്ലാം തെറ്റിച്ചു. അവൻ നേരത്തെ എണീറ്റതും ഇല്ല, അമ്പലത്തിൽ പോകാനും പറ്റില്ല. ഞാൻ തിരുവോണ ദിവസം ഇന്നേ വരെ അമ്പലത്തിൽ പോയിട്ടില്ല കേട്ടോ. പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഉത്രാടത്തിൻ്റെ അന്ന് തലേ ദിവസം ഞാൻ അമ്പലത്തിൽ പോയി. പക്ഷേ എനിക്ക് തിരുവോണത്തിന് പോകാൻ പറ്റിയിരുന്നില്ല. അതെന്ത് കാര്യമെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ. വിഷുവിൻ്റെ അന്നും തിരുവോണത്തിന് എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാറില്ല. ഫിസിക്കലി ഓക്കെ ആണെങ്കിലും നമുക്ക് എന്താണ് കാര്യങ്ങളൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാറില്ല. അങ്ങനെ മോനോട്ടെ എണീറ്റ് ഒന്ന് എന്താണ് സോപ്പിട്ടൊക്കെ നിർത്തിയതിന് ശേഷം താഴത്തെ വീട്ടിലെ മാമി ഇങ്ങനെ അവന് ഓണം ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ അത് പൊട്ടിച്ചു നോക്കണ സന്തോഷത്തിലും കാര്യത്തിലൊക്കെ ആയിരുന്നു. അവർ ഇങ്ങനത്തെ ഗിഫ്റ്റുകൾ പൊട്ടിച്ചു നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓണക്കോടി മോനോട്ടനെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വലിയ ഇതൊന്നുമില്ല. ഈ സമ്മാനപ്പൊതി ഇങ്ങനെ പൊതിഞ്ഞു കൊടുക്കണത് അവന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആക്രാന്തം മൂത്താണ് ഇവ അത്രയും പൊട്ടിച്ചത് കേട്ടോ. കിട്ടിയതാണെങ്കിലും ഒരു കാറും, പിന്നെ വേറെ എന്തെങ്കിലും വേണോ, എന്നെ പോലും അവന് വേണ്ട. കുറച്ച് നേരം അതിലെന്തായാലും അവൻ കളിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച അടുക്കളയിലെ ജോലികൾ അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇവ എന്നെ സമ്മതിക്കത്തേ ഇല്ല. എത്രയോ ദിവസം ഇവന്റെ കൂടെ നിന്നിട്ടെന്നറിയോ. അതുകൊണ്ട് തന്നെ തിരുവോണത്തിന് നിൽക്കുമ്പോഴത്തേക്കും അവൻ വല്ല കാര്യത്തിനും ചെയ്യാൻ സമ്മതിക്കുമോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോഴാണ് താഴത്തെ വീട്ടിലെ മാമി ഇങ്ങനെ ഗിഫ്റ്റ് കൊടുത്തത്. ഭയങ്കര സന്തോഷമായി. ഇതിലെ തന്നെ എത്ര കാറുണ്ടായിരുന്നു വെച്ചാൽ എനിക്കറിയാം. ഇഷ്ടംപോലെ അവന് കാറും ഈ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ആക്രി വാങ്ങിച്ചു കൊടുപ്പ് വളരെ കുറച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ കളിപ്പാട്ടങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല. പിന്നെ പിള്ളേരുടെ ഒരു സന്തോഷം അത് കാണാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളെല്ലാം ചെയ്യുന്നത്. ഇപ്പം മോനുട്ടൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും ഇനിയുള്ള ബർത്ത്ഡേകൾ സെലിബ്രേഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ആ പിള്ളേർ ഇനി മനസ്സിലാക്കുന്ന ഒരു സമയമാണ്, ഇനി ഓർക്കുന്ന കുറച്ച് സമയങ്ങളാണ്, സന്തോഷിക്കുന്ന സമയങ്ങളാണ്. പിന്നെ കൂട്ടത്തിൽ ക്രയോൺ കിട്ടിയിട്ടുണ്ടായിരുന്നു, മുട്ടായി കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഗാലക്സി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടുത്തെ ഗാലക്സിയെക്കാളും ഗൾഫിലെ ഗാലക്സിയാണ്, ദുബായിലെ ഗാലക്സിയാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ഇവിടുത്തേന് ചെറിയൊരു ചുരുക്കമുള്ള പോലെ തോന്നും കേട്ടോ. തിരുവോണത്തിൻ്റെ അന്ന് നമ്മളെ വീട്ടിൽ മിക്കവരുടെ വീട്ടിൽ ഇഡ്ഡലി സാമ്പാറും ആയിരിക്കും. സ്പെഷ്യൽ ഇഡ്ഡലി സാമ്പാറായിരിക്കും കേട്ടോ. ഈ സ്പെഷ്യൽ എന്ന് പറയാൻ ഈ സാമ്പാറിൽ എല്ലാ കഷ്ണങ്ങളും കാണും എന്നുള്ളതാണ് സത്യം. ബാക്കി എല്ലാ ദിവസവും ഈ പറയുമ്പോൾ ചേമ്പുമുട്ടയൊന്നും ഇടാറില്ല. പക്ഷെ അന്ന് നമ്മൾ ചേമ്പുമുട്ടയും എല്ലാം മലക്കറിയും ഇടും. ബാക്കി എല്ലാ ദിവസവും കാട്ടിക്കൂട്ടിയിട്ടുള്ള സാമ്പാറുകളാണ് കേട്ടോ. അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിച്ചു. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് അത്തപ്പൂക്കളം ഒലിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഷീറ്റ് എടുത്തിടും. പക്ഷെ അത്രയ്ക്കുള്ള മഴയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്നിരുന്നാലും പേടിച്ചിട്ട് ചെയ്യുന്നതാണ്. അടുക്കളയിലെ മെയിൻ ആള് അമ്മ തന്നെയാണ് കേട്ടോ. ഞാൻ ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ കടലപ്പായസമാണ്. കടലപ്പായസം എൻ്റെ വകയാണ് കേട്ടോ. ഇവിടെയും ഉണ്ട് ഒരു പൂച്ചക്കുട്ടി. അവിടത്തെ പോലെ കല്ലു പൂച്ചയെ കണക്ക് ഇവിടെ ഉണ്ട് കേട്ടോ ഒരു പൂച്ചക്കുട്ടി. പക്ഷെ ഒരു വക പറഞ്ഞാൽ കേൾക്കൂല. എപ്പോഴും കട്ട് തിന്നാനാണ് ആൾക്ക് ഇഷ്ടം കേട്ടോ. കടലപ്പായസം എൻ്റെ വകയാണ്. അപ്പം വെളിയിൽ അടുപ്പിൽ വെച്ചാണ് കടല ചെയ്യുന്നത്. ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് മോനൂട്ടനോടാണ് കേട്ടോ. ഇവിടെ നിന്ന് പിറകോട്ട് നോക്കുമ്പം മോനൂട്ടനെ കാണാൻ പറ്റും, ഹാളിൽ TV വെച്ചിരിക്കുന്നത്. അപ്പം മോനൂട്ടനോടാണ് ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. അവൻ എപ്പോഴും എന്നെ തന്നെ കണ്ടുകൊണ്ടിരിക്കണം. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ വേണ്ടി സമ്മതിക്കത്തില്ല. ഇപ്പം ഈ പായസം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഇവൻ വന്ന് പറയുകയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസമാണ് കടലപ്പായസം. അത് ഈ ആണ്ടിലും ആവണിയിലും ഉണ്ടാക്കണോന്ന് അറിയത്തില്ല, വെറുക്കാത്തൊരു ഫുഡ് എന്ന് പറയുന്നത് കടലപ്പായസമാണ് കേട്ടോ. കടലപ്പായസം വയ്ക്കുകയാണ്. കടലപ്പായസം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. മോനട്ടനും കുഴപ്പമില്ല, എന്നാലും എല്ലാവർക്കും ഇഷ്ടമാണ്. അതാണ് ഇന്ന് കടലപ്പായസം തന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചത്. കാരണം ഇനിയിപ്പോൾ അടുത്ത പായസം വയ്പ്പൊക്കെ അടുത്ത ജന്മനാളിന് വയ്ക്കുമായിരിക്കും. മോനട്ടൻ്റെ വയ്ക്കുമായിരിക്കുമല്ല, ജന്മനാളിന് വയ്ക്കും. ഇന്നിപ്പോൾ കടലപ്പായസമാണ്. അപ്പം ഇന്ന് കടലപ്പായസം ഞാൻ നല്ല ഡീപ്പായിട്ട് വരട്ടിയൊക്കെ വയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. 3-ാം പാലൊക്കെ എടുത്തിട്ടുണ്ട്. സാധാരണ 2-ാം പാൽ വരെ എടുക്കാറുള്ളൂ. അപ്പം ഇന്ന് 3-ാം പാൽ വരെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏതാണ്ട് പരുവായി തുടങ്ങി. പാലുകളൊക്കെ വീത്താനുള്ള പരുവായി തുടങ്ങിയിട്ടുണ്ട്. നല്ല മഴക്കോളുണ്ട്. ചെറുതായിട്ടൊന്ന് ചാറി. അപ്പോഴത്തേന് പൂക്കൾ ഒലിച്ചു പോയാലോ എന്ന് വിചാരിച്ച് അപ്പോഴത്തേന് ചെറിയൊരു ചാക്കൊക്കെ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും
മഴക്കോളുണ്ട്. ആശാനെ അങ്ങനെ കുളിപ്പിച്ച് റെഡിയാക്കി പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഉച്ചയ്ക്ക് ഉണ്ണാൻ വേണ്ടി ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോഴെങ്കിലും കുളിക്കോ ഇല്ലേ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം കുളിക്കാൻ വിളിക്കുമ്പോൾ ആ 4 പാടും കിടന്നു ഓട്ടോട്. സത്യം പറഞ്ഞ് ഞാനും അമ്മയും പിറകേ ഓട്ടമായിരുന്നു കേട്ടോ. അങ്ങനെ എങ്ങനെയെങ്കിലും കുളിപ്പിച്ച് റെഡിയാക്കി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ച് വാരി കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ പറഞ്ഞു ഇല്ല വേണ്ട, അവൻ തന്നെ തിന്നോളാന്ന് പറഞ്ഞ്. പിന്നെ വലിയതായിട്ട് കഴിച്ചിട്ടൊന്നുമില്ല. ചോറും സാമ്പാറല്ല പരിപ്പം കണ്ട വീത്തിയിട്ട് അതിൻ്റെ മണ്ടയിലെ കടലപ്പായസം ഒഴിച്ച് ഞവിടി ശക്കലം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളും കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു, ഞാനും അമ്മയും കൂടി. എല്ലാം നല്ല ടേസ്റ്റായിരുന്നു കറിയൊക്കെ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞുകൂടാ. നേരജവ ഈ ഇടയ്ക്കൊന്നും ഫുഡ് നേരജവ എനിക്ക് കഴിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ഫുഡിനൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ കടലപ്പായസം അടിപൊളിയായിരുന്നു കേട്ടോ. 3-ാം പാലും കൂടെ എടുത്തത് കൊണ്ടായിരിക്കണം കടലപ്പായസം അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് കടലപ്പായസം എന്ന് പറഞ്ഞാൽ കടല പ്രാന്തിയാണ് ഞാൻ. അതാണ് എന്തോ എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കടല. അങ്ങനെ അതൊക്കെ കഴിച്ചു. എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പം വെറുക്കാത്ത ഫുഡിൽ ഏകദേശമുള്ള ഫുഡൊക്കെ എനിക്കിപ്പം ഒരു മടുപ്പാണ്. കടലപ്പായസം മാത്രം വലിയ മടുപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതും കടലപ്പായസം വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കണം, ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടിരുന്നപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമുക്ക് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് സദ്യ കഴിച്ചിട്ട് എനിക്ക് ഇത്തിരി കിടന്ന് ഉറങ്ങിയിട്ട് ഞാൻ എങ്ങോട്ട് വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ശരി നീ എങ്കിൽ ഒരു 4 മണി വരെ കിടന്ന് ഉറങ്ങിക്കോ, 4 മണി കഴിഞ്ഞിട്ട് വന്നോളണമെന്ന് പറയും. പക്ഷെ 4 മണി വരെ കിടന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞാൽ മോണിറ്ററും കൂടെ ഉറങ്ങിയാലേ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ. എന്താണെന്തോ സദ്യ കഴിച്ചാൽ എനിക്ക് ഇത്തിരി കിടന്ന് ഉറങ്ങണം. പിന്നെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഉച്ചയ്ക്ക് വയറ് നിറച്ച ആഹാരം കഴിച്ചിട്ട് മൂക്കുമുട്ട ആഹാരം കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ വലിയ കാര്യത്തിൽ കിടന്നതാണ് ഞാൻ. പക്ഷെ കിടന്നെന്ന് മാത്രമേ ഉള്ളൂ, ഉറങ്ങിയിട്ടില്ല. നമ്മൾ കിടന്നുറങ്ങാൻ പോണം. സദ്യയൊക്കെ കട്ട് ചെയ്യാ. ഇത് വീഡിയോ അല്ലേ? വീഡിയോ ആണ്. ഓക്കെ, നമുക്കൊന്ന് ഉറങ്ങി എണീറ്റിട്ട് വരാം. ഉറങ്ങാനായിട്ട് കിടന്നെങ്കിലും എൻ്റെ മോനോട്ടം ഉറങ്ങാൻ സമ്മതിച്ചില്ല. കുറച്ച് നേരം മയങ്ങിയതേ ഉള്ളൂ. വെഞ്ഞാറമൂട്ടിലോട്ട് പോവുകയാണ്. വെഞ്ഞാറമൂട്ടിൽ അമ്മയ്ക്ക് മൂത്ത ചേച്ചിയുടെ വീട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞ് അപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ്. പിന്നെ വേറെ ഒന്നുമില്ല, നേരെ ഇങ്ങ് വരും കേട്ടോ. അപ്പം എടുത്തില്ല. സദ്യ കഴിച്ചിട്ട് ഇത്തിരി കിടന്ന് ഉറങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ സമ്മതിച്ചില്ല, ഒരു വിധത്തിൽ സമ്മതിച്ചില്ല. പിന്നെ ഞാൻ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ ഇരുന്ന് കരച്ചിലൊക്കെ. പിന്നെ ഞാനങ്ങ് എണീറ്റ്. ആശാൻ ഇനി മയക്കുമരുന്ന് കൊടുത്താൽ ആശ ഉറങ്ങില്ല എന്നുള്ളതാണ് സത്യം. പകലിപ്പോൾ ഉറക്കമൊന്നുമില്ല, ഭയങ്കര ബഹളമാണ് ഇപ്പം. പിന്നെ ഇവിടെ ഇത്തിരി ഓടാനും കൂടെ ഉള്ളത് കൊണ്ട് പറയണ്ട. പിന്നെ ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ അമ്മയും കൊണ്ട് കുറച്ച് എനിക്ക് ലോഡ് ഇരുത്തിയൊക്കെ തുടങ്ങി സ്കൂട്ടിയിൽ. അത്യാവശ്യം കുഴപ്പമില്ലാതെയൊക്കെ സ്കൂട്ടിയിൽ പോയി തുടങ്ങി. അതിന് പേടി തന്നെയാണ്. ചില നേരത്ത് ബാലൻസ് കിട്ടാറില്ല. പക്ഷെ ചില നേരത്ത് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നേരെ വെഞ്ഞാറ റോഡിലോട്ട് പോവാം. അമ്പിച്ചോയുടെ 6 അവിടെ ആട് കൊട്. യോ വിലക്കൂലേ. പായസം കുടിച്ചാ തള്ളണ്. മനസ്സിലായില്ലേ? എന്തൊരു പരിചയം.
ഡാ ഗുസ്തി കൂടല്ലേടേ. യോ എന്തരുത് എന്തരുത്. അങ്ങനെ നമ്മുടെ തിരുവോണ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു. ചെറിയ ചെറിയ കുട്ടി വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വ്ളോഗായിട്ട് വരുന്നവരേക്കും ബൈ ബൈ, സീ യു. എല്ലാവർക്കും ഹാപ്പി ഓണം.